ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. ഓണത്തിൻ്റെ തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ കഴിഞ്ഞു. ഓണം കൊണ്ടതൊക്കെ എടുത്തുട്ടാ. ഓണം കൊണ്ടതൊക്കെ എടുത്തു. തൃക്കക്കരപ്പനൊക്കെ എടുത്തുട്ടാ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റിയായിരുന്നോ? അപ്പോൾ ഇന്ന് ആദ്യം തന്നെ എൻ്റെ കഴിഞ്ഞിട്ട് അടിച്ചു വാരാണ് കേട്ടോ ചെയ്തത്. അകവും മിറ്റമൊക്കെ അടിച്ചു വാരിയിട്ടു. അത്യാവശ്യം കരടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ അടിച്ചു വാരി കളഞ്ഞ് കഴിഞ്ഞിട്ട് കറിയൊക്കെ വയ്ക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയൊക്കെ അടിച്ചു വാരിയിട്ടു കേട്ടോ. എല്ലായിടത്തും അടിച്ചു വാരി വൃത്തിയായിട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഒരു കഷ്ണം ക്യാബേജ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ക്യാബേജ് അരിഞ്ഞെടുത്തു. അരിഞ്ഞു കഴിഞ്ഞിട്ട് തീ കത്തിച്ച് ചീഞ്ചട്ടി കയറ്റി വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞത് ചൂടാവണ സമയം കൊണ്ട് അവിടെ ക്യാബേജിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 2 പച്ചമുളക് ഇതെല്ലാം കൂടി കൂട്ടിത്തിരുമ്പി അവിടെ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. വെളിച്ചെണ്ണ ചൂടാവണേക്ക് മുന്നേ കടുകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാനായിട്ട് പാടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് കടുകിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ തിരുമ്പി വെച്ചേക്കണ ക്യാബേജ് ഇട്ട് കൊടുത്ത് ഇളക്കി അതവിടെ വേവിച്ച് വാങ്ങി വെച്ചു കേട്ടോ. വേവിച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപ്പെടുത്ത് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് പോകാണ്ടിരിക്കാനാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ വെച്ചു. ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പും പടവലങ്ങയും കൂടി നാളികേരം അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പടവലങ്ങ അരിഞ്ഞ് അതിലേക്ക് ഇട്ടു കേട്ടോ. അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഇളക്കി അത് വേവിക്കാനായിട്ട് വെച്ചു. അത് വെന്ത് വന്നപ്പോഴേക്കും ഒരു മുറി നാളികേരം, ഒരു നുള്ള് ജീരകമിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ ക്യാബേജ് പകർത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ചീഞ്ചട്ടി കഴുകിയെടുത്തിട്ട് അതിലാണ് നമ്മൾ ഇതിലേക്കുള്ള കടുക് പൊട്ടിക്കണം. അപ്പോൾ അത് നാളികേരം അതിലൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞ് അത് തിളച്ച് കുറുതായി പാകത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ച് ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്തു. അത് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കടുക് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതവിടെ മൂടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ചീഞ്ചട്ടി അടുപ്പുമെന്ന് മാറ്റിയിട്ട് അതിൽ തന്നെ പപ്പടം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം ചുട്ടെടുത്തു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ മീൻ വാങ്ങിക്കൊണ്ടു. ചാളയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് വറുക്കാനും കറി വയ്ക്കാമെന്നും വിചാരിച്ച് അങ്ങനെ വറുക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി പരട്ടി തിരുമ്മി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനായിട്ടുള്ളതിലേക്ക് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് 2 പച്ചമുളക് കീറിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് പിന്നെ ഒരു മുറി നാളികേരം അരച്ചതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് മീനിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഉപ്പിട്ടില്ല ഈ സമയത്ത്. ഉപ്പ് പിന്നെ നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കറി വയ്ക്കാനായിട്ട് അരിഞ്ഞു വെച്ചതിൽ ഉപ്പും ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്മി വച്ചിട്ടുണ്ടായിരുന്നു. ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വച്ചേക്കണ കാരണം കൊണ്ട് അതിൽ ഉപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉപ്പ് ഇടാൻ നിന്നില്ല. നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. മീനിൽ ഉപ്പ് പുരട്ടി വച്ചേക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. കൂടി കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്ത് ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ട് കുറുതായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അരിഞ്ഞു വെച്ചേക്കണ ഉള്ളിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ആ ചീഞ്ചട്ടി ഇറക്കാനൊന്നും പോയില്ല. അതിൽ നിന്ന് എടുത്ത് തന്നെ ഒരു കയ്യിലുകൊണ്ട് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളി. ആ ചീഞ്ചട്ടി തന്നെ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പലിഞ്ഞീനും നമുക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം പലിഞ്ഞീൻ കിട്ടിയായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി തിരുമ്പി വെച്ചിട്ട് അതും അതിലിട്ട് വറുത്തെടുത്തു കേട്ടോ. ആദ്യം മീൻ വറുത്തെടുത്തു. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് അത് വറുത്തെടുത്തു. അത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പലിഞ്ഞീൻ ഇട്ടിട്ട് വറുത്തെടുത്തു. എന്ന് പലിഞ്ഞീൻ കിട്ടിയാലും അത് വറുക്കൂട്ടോ. ഇവിടെ
പലിഞ്ഞീനാകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കാരണം പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, പൊട്ടി തെറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പം അങ്ങനെ മീൻ കറിയും നമ്മുടെ മീൻ വറുത്തതും പലിഞ്ഞും വറുത്തതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.